ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെയും കയ്യിൽ കൊടുത്ത ഈ മൈക്ക് അവർ പറയും ഒരു കാലത്ത് സമാധാനമില്ലായിരുന്നു, യേശു ഉള്ളത്തിൽ വന്ന് സമാധാനമുണ്ട്. ഇവിടെ ഇരിക്കുന്ന അമ്മമാരുടെ കയ്യിൽ കൊടുത്ത അമ്മമാർ പറയും എൻ്റെ പൊന്നു ദൈവമേ, എൻ്റെ സഹോദരന്മാരെ അമ്മയ്ക്ക് പിന്നെ പറയാൻ അതിൻ്റെ മട്ട വർഗത്തില്ലെന്നേ ഉള്ളൂ. മട്ട പറയാമെങ്കിൽ അമ്മ വേവിച്ച് പെരുക്കും. എന്തോ പറയുന്നത്, അയ്യോ വെച്ച കഞ്ഞി പോലും കുടിക്കാതെ ആമൻ കുടിച്ച് കൂത്താടി 4 കാലിൽ ആമൻ സ്വന്തം വസ്ത്രം പോലും ഇല്ലാതെ വന്ന് എൻ്റെ മുടിക്കുത്തിന് പിടിച്ച് കുനിച്ച് നിർത്തി കിടിച്ച് കൊച്ചുങ്ങൾ മേടിച്ച് കട്ടിലിനടി കയറി നാട്ടുകാരോട് വന്ന് വീട്ടുകാർ വന്ന് ആമൻ അമ്മ തലയൊക്കെ വെച്ച് പ്രാഗിയത് ഈ കാലൻ്റെ തലയിൽ വെള്ളിടി വെട്ടണേന്ന്. വെട്ടിയൊന്നുമില്ല, സ്തോത്രം അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട്. ഉണ്ട് സ്വസ്ഥത കിടുമ്പോൾ പറയത്തില്ലയോ, ഉപദ്രവിക്കത്തില്ലയോ ചിലരെ? സഹോദരിമാർ നിന്ന് തല്ല് മേടിക്കുക. ഞങ്ങളുടെ ഒരു അമ്മാമ്മ ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു തല്ല്, പിന്നെ എന്നെ ഒരടി ഞാനും ഒരടി, പിന്നെ ഇന്ന് വരെ അടിച്ചിട്ടില്ല ഞാനും അടിച്ചിട്ടില്ലെന്ന്. അല്ല എന്നോട് പറഞ്ഞതാ. കല്യാണം കഴിച്ച് കൊണ്ടുവന്നപ്പോഴേ അയാളൊരടി തലക്ക് നല്ല ആക്കമുള്ള തള്ളയാ, എന്നെ ഒരടി ഞാനും തീർത്തൊരടി കൊടുത്തു. പിന്നെ അടിച്ചിട്ടില്ല, ഇന്ന് വരെ അടിച്ചിട്ടില്ല, ഞാനും അടിച്ചിട്ടില്ല. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ. ഞാൻ ചോദിച്ചു പിന്നെ മേല് നോക്കുമ്പോൾ പിന്നെ തലായിരിക്കുമെന്ന്. അയാളെ ജനിപ്പിച്ച് വളർത്തിയതുപോലെ എൻ്റെ അപ്പനും എൻ്റെ അമ്മയും ന്യായമല്ലേ? ന്യായമാ. അവര് സ്ത്രീയാന്നേ ഉള്ളൂ, മറ്റത് പുരുഷനാന്നേ ഉള്ളൂ. ഇങ്ങനെ അപ്പനും അമ്മയും ജനിപ്പിച്ച് അമ്മ നൊന്ത് പ്രസവിച്ച് വളർത്തിയതുപോലെ തന്നെ അവരെ വളർത്തിയത്. പിന്നെ നല്ല ഞാനാ പറഞ്ഞു, എനിക്കൊരു ഒറ്റ അടി അടിച്ച് ഞാനും ഒരടി കൊടുത്തെന്ന് പറഞ്ഞു. അന്നുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും പിന്നെ എന്നെ ഇതുവരെ തല്ലിയിട്ടില്ല. ഇപ്പം 40 കൊല്ലമാകുന്നു. രോമൻ ഭാഷ എന്നെ ഇങ്ങനെ തുറച്ച് നോക്കുന്നത്. അയ്യോ തള്ള പറഞ്ഞ കാര്യമാണ്. ഈടെ ഞാൻ കണ്ടു തള്ളേ വളരെ മൂപ്പ. അപ്പോൾ സുവിശേഷത്തിൻ്റെ വിശേഷത ഇത് സമാധാനം തരുന്ന മാർഗമാണ്. അതാ സുവിശേഷം. ഈ അമ്മമാരുടെ കയ്യിൽ ഇപ്പോൾ ഈ മൈക്ക് കൊടുത്ത അമ്മ പറയും, എൻ്റെ ദൈവമേ ഒരു കാലത്ത് സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ ഈ പിള്ളേർക്ക് വിഷം കൊടുത്ത് പിള്ളേരെ കൊണ്ട് ഞാകണമെന്ന് ഓർത്തതാണ്. പക്ഷേ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ സമാധാന സുവിശേഷം എത്തിയത്. ഇടമ്പലം നോക്കാതെ കയറി ഏറ്റെടുത്തു. അതുകൊണ്ട് ഇന്ന് രാത്രി അമ്മയ്ക്കും സമാധാനമായി, കുഞ്ഞുങ്ങളും രക്ഷപ്പെട്ടു, ആ കുടിയനും വെറിയനുമാകുന്ന അങ്ങേരും രക്ഷിക്കപ്പെട്ടു. എത്ര സമാധാനമായി ഇപ്പം വീട്ടിൽ. ഇത് സമാധാനം തരുന്ന മാർഗമാണ് സുവിശേഷം. ആടിരിക്കുന്ന മാണിച്ചൻ ചോദിച്ചു നോക്ക്, മാണിച്ചനെ സ്തോത്രം പുറകിരിക്കുന്നതേ ഉള്ളൂ. കാര്യം ഇപ്പം പറഞ്ഞു തരും. സമാധാനം നേരത്തെ എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയാന്ന്. അമ്മാമ്മയോടും പിള്ളേരോടും ചോദിച്ചു, എന്തിയാ ഗനസ് എന്തിയാ, പിന്നെയും പോയോ ലണ്ടനിലെ കല്യാണം കണ്ടായെന്നും പറഞ്ഞു. ആട്ടെ, ഇത് സമാധാനം തരുന്ന മാർഗമാണ്. എന്തുവാണ് സുവിശേഷത്തിന്റെ വിശേഷത? ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. 5 പൈസ കൊടുക്കണ്ട, കാശ് കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട, ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചാൽ മതി, നിന്നെ രക്ഷിക്കും. 2, ഇത് സമാധാനം തരുന്ന മാർഗമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ സമാധാനമാണ്. ഒരു കുടുംബത്തിൽ ഈ സുവിശേഷം എത്തിയാൽ കുടുംബത്തിന് സമാധാനമാണ്. ഒരു ദേശത്ത് ഈ സുവിശേഷം എത്തിയാൽ ദേശത്തിന് സമാധാനമാണ്. ഒത്തിരി ദൂരോട്ടൊന്നും പോകണ്ട. ചില പ്രസംഗി പറയും ഓസ്ട്രേലിയയിലെ കാര്യം, ലണ്ടനിലെ കാര്യം, പിന്നെ പറഞ്ഞോ കുഴപ്പമില്ല, എന്തിനാ അവിടം വരെ പോകുന്നത്? അവിടെ തിരുവനന്തപുരം ചെങ്കൽച്ചൂളയിലോട്ട് ചെന്നേ. ഒരു കാലത്ത് പോലീസുകാർക്ക് പോലും അതിനകത്ത് കയറാൻ പറ്റുന്നില്ല. പക്ഷേ അനേകരവിടെ ഈ സമാധാന സുവിശേഷം ഏറ്റെടുത്തു. എന്ത് സമാധാനമാണ് അതിനകത്ത്. ഇപ്പം പിന്നെ സഭക്കാരെല്ലാം കൂടെ കയറി കുരുക്കൊപ്പിച്ചിട്ടുണ്ട്. ചർച്ചക്കോട്ടെ, IPC, അസംബ്ലീസ് കോട്ടെ, ചാരോന്, സകല ഗുണ്ടാമണ്ടിയും കയറി ഒന്നിനൊന്നിനെ കണ്ടുകൂടാ കുരുക്കൊപ്പിക്കില്ലേ. നല്ല കാര്യമല്ലല്ലോ ഈ പറയുന്നത് എന്ന്. അവനോട് മിണ്ടരുത്, അവനെ കയറ്റരുത്, ആ ഏരിയയിൽ പോരുത്, ഇത് സെൻറ്റർ, ഇപ്പുറത്തെ നോർത്ത്, അപ്പുറത്തെ സൗത്ത്, അത് വെസ്റ്റ്, ഇത് നിൻ്റെ കുന്തം. ചുമ്മാ മനുഷ്യനെ ഇട്ട് ഉടക്കി നശിപ്പിച്ച്. ഞാൻ കള്ളവല്ല സ്റ്റീവൻ പാസ്റ്ററെ പറയാനേ, എൻ്റെ തർക്കം വല്ലതും ഉണ്ടോ? ഇത് അലോഗ്യം ഉണ്ടാക്കുന്ന മാർഗമല്ല, ഇത് സമാധാന സുവിശേഷമാണ്. ആ ചെങ്കൽച്ചൂളയിൽ ഒരിക്കൽ ഒരു കാലത്ത് പോലീസുകാർ പോലും കയറുകയില്ല, പേടിയാ, ഭയമാണ്, എല്ലാവർക്കും ഭയമാണ്. പക്ഷേ ആ സ്ഥലത്ത് അനേകരെ യേശു രക്ഷിച്ചു. അനേക സഹോദരന്മാർ സത്യത്തിൻ്റെ സാക്ഷികളായി. പല സന്ദർഭത്തിൽ അവിടെ പോയി കർത്താവിനെ സാക്ഷിപ്പാൻ എനിക്കും ദൈവം അവസരം തന്നിട്ടുണ്ട്, ഇപ്പോഴും വിളിച്ചിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം. സമാധാനം തരുന്ന മാർഗമാണ് സുവിശേഷം. ദൈവത്തിന് മഹത്വം. അതുകൊണ്ടാണെന്നില്ല നമ്മളാരും സെക്രട്ടേറിയറ്റിൻ്റെ വാതൊക്കെ പോയി സമരമൊന്നും
ഇപ്പം ചിലരൊക്കെ സമരത്തിന് ഇറങ്ങാൻ ഞങ്ങളിൽ ഒന്നിനെ തൊട്ടെന്നാൽ തൊടുവെന്ന ആ പുസ്തകത്തിൽ വാക്യം തൊടുവെന്ന് മാത്രമാണോ? എറിഞ്ഞൂപ്പാട് വരുത്തി കൊന്നതാ, അതാ മാർഗം. അന്നേരം നമ്മൾ പറയാം ഞങ്ങളിൽ ഒന്നിനെ തൊട്ടെന്നാൽ മക്കളി പാട്ട് കേസിനെയൊക്കെ എന്നാ ചെയ്യാൻ? സഖീച്ചവരും കല്ലേറാട്ടിക്കൊണ്ടു മരിച്ചവരന്ന് മിശിഹായോടു വാഴുമ നാട്ടിൽ കത്തതയേറെ സഖീച്ചവരും കല്ലേറാട്ടിക്കൊണ്ടു മരിച്ചവരന്ന് മിശിഹായോടു വാഴുമ നാട്ടിൽ കൈയടിച്ച് പാടുക. അപ്പൊ എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? ഒന്ന്, ഇത് രക്ഷ തരുന്ന മാർഗമാണ്, രക്ഷിക്കുന്ന മാർഗമാണ്. രണ്ട്, ഈ സുവിശേഷം സമാധാനം തരുന്ന മാർഗമാണ്. മതസ്പർദ്ധ വർദ്ധിപ്പിക്കുന്ന മാർഗമല്ല സുവിശേഷം. ഞങ്ങളെ ക്രിസ്ത്യാനികൾ, അവര് ഹിന്ദുക്കള്, മറ്റവരെ മുസ്ലിം, അവര് ബുദ്ധര്, അവര് ജൈനര്, ഇവര് പാഴ്സി, അതുകൊണ്ട് അവന്റെ പടലി വെട്ടണം, ഇവനെ കാച്ചി കളഞ്ഞേക്കണം. അല്ലല്ല, സുവിശേഷം ഇതൊന്നും അല്ല. സുവിശേഷം സമാധാനം തരുന്നതാണ്. അവരെ ഇതര മതസ്ഥനെ വകം വരുത്തണമെന്ന് പറയുന്ന മാർഗമല്ല സുവിശേഷം. നീ ഇത്ര പേരെ കൊന്ന് ചങ്ങ് സ്വർഗത്തിലോട്ട് വാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കനപ്പിക്കാന്ന്, പോടാ. എടാ, ഇത് കൊല്ലുന്ന മാർഗമല്ല, മരിച്ചവനെ ഉയർപ്പിച്ച മാർഗമാണ്. മരിച്ച ചെറുക്കനുമായിട്ട് തള്ളേം കരഞ്ഞു വരിക. യേശു അങ്ങോട്ട് എന്താ അറിയാമല്ലോ, മഞ്ചത്തെ തൊട്ടപ്പം കണ്ട് ചെറുക്കൻ കണ്ണ് ചിമ്മി ചാടി എഴുന്നേറ്റു. ഇന്നത്തെ രോഗശാന്തി വരെ പ്രാപ്തന്മാരെന്ന് അവനെ കൊണ്ട് പോയേനെ. തള്ള നോക്കി നിൽക്കുകയുള്ളൂ എൻ്റെ കൊച്ചനെ. അവൻ പിന്നെ നാമ്പടത്ത് സാക്ഷി പറഞ്ഞു. അപ്പോൾ ചെന്നു, ബ്രദറിന് എന്തോ സംഭവിച്ചു പറഞ്ഞു. എന്നാ സംഭവിച്ചു? ഞാൻ അന്തം വിട്ടിരിക്കുക, എന്നാ സംഭവിച്ചത്? ഉടനെ അവനെ പിന്നെ കൊട്ടാരക്കരയെ സാക്ഷി പറയിപ്പിച്ച് കോഴിക്കോട്ട് കൊണ്ടുപോയി തള്ള അവനെ കാണുമാക്കി. പിന്നെ മൊബൈലിൽ കൂടെ ഹായ് മോനെ. ഇപ്പോഴത്തെ കാലം അങ്ങനെ, കണി കാണാൻ പോലും തള്ളയ്ക്ക് വച്ചനെ കിട്ടുകയില്ല. പക്ഷെ യേശു അങ്ങനല്ല. ഉയർത്തുടനെ അവനെ ഉയർപ്പിച്ചു പറഞ്ഞ് അമ്മ കേൾപ്പിച്ചു കൊടുത്തു. അല്ലാതെ അവനെ കൊണ്ട് നാട് മുഴുവൻ നടന്ന് സ്റ്റേജിലെല്ലാം കയറ്റി അവന് വെള്ളവും കഞ്ഞിയും കൊടുക്കാതെ. മനസ്സിലാകുന്നില്ലായിരിക്കും ഇല്ലയോ? 4 ദിവസമായി നാറ്റം വെച്ച ലാസർ പുറത്തു വരാൻ പറഞ്ഞു. ലാസറേ പേര് ചൊല്ലി വിളിച്ചില്ലെങ്കിൽ വേറെ കക്ഷികളും എല്ലാം കൂടെ വന്നേനെ. ഊടുപാടോ അയ്യരുകളിയായിരുന്നു, അടിയുടെ പെരുന്നാളായിരിക്കും. കാരണം മെനക്കിടക്കയാ കിടക്കുന്നത്. അതിനെല്ലാം കൂടി ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ ലാസർ മരിച്ചവനായിരുന്നു, നാറ്റം വെച്ചിരുന്നു. അവൻ ഉരകിയ ദൈവശം ഇന്ന് നിന്നിൽ മുഴങ്ങിടട്ടെ. ലാസർ മരിച്ചവനായിരുന്നു, നാറ്റം വെച്ചിരുന്നു. അവൻ ഉരകിയ ദൈവശബ്ദം ഇന്ന് നിന്നിൽ മുഴങ്ങിടട്ടെ. ഓ കല്ലറ തുറക്കട്ടെ, കെട്ടുകൾ അഴിയട്ടെ. ഓ കല്ലറ തുറക്കട്ടെ, ഓ കെട്ടുകൾ അഴിയട്ടെ. മരണബന്ധനങ്ങളെ ഓ വിട്ടുപോരുവീ, മരണബന്ധനങ്ങളെ വിട്ടുപോരുവീ. ഓ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ. മകത്വരജനത്തിലെത്തുന്നവരെഴുന്നള്ളിയിടട്ടെ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ. മകത്വരജനത്തിലെത്തുന്നവരെഴുന്നള്ളിയിടട്ടെ. സുവിശേഷം കൊല്ലുന്ന മാർഗമല്ല, ഉയർപ്പിക്കുന്ന മാർഗമാണ്. ഇത് സമാധാനമാണ്. സമാധാനം അലോഗ്യം ഉണ്ടാക്കിക്കുന്ന മാർഗമല്ല.
പണ്ട് കാലത്തൊക്കെ ഇവിടെ അങ്ങനെയൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ മുറ്റത്ത് കയറരുത്, അവരുടെ പുരകിടത്തിൽ ചെല്ലരുത്, അവരുടെ തിണ്ണെ കയറരുത്, ഇന്ന പാത്രത്തിൽ വെള്ളം കൊടുക്കരുത്, റോഡിൽ കൂടെ നടക്കരുത്, തുണി നേരിലും ചൊവ്വിന് ഉടുക്കരുത്, പള്ളിക്കൂടത്തിൽ കയറ്റരുത്, അങ്ങനെയൊക്കെ ഒപ്പിച്ചു വെച്ചതാ. ഒന്നും അറിയാൻ മേല പാവത്തുങ്ങൾ. അമ്മമാർക്ക് അവയവത്തിന് കരം കൊടുക്കണം, പള്ളിക്കൂടത്തിൽ കയറ്റുകയില്ല, മാറ് മറയ്ക്കാൻ അനുവദിക്കത്തില്ല, ജോലി ചെയ്താൽ കൂലി കൊടുക്കത്തില്ല, ആശുപത്രി കയറ്റി പരിശോധിപ്പിക്കത്തില്ല. ഇതെല്ലാം ദുഷ്കൃത്യങ്ങളാണ്. ഇതിനെല്ലാം മാറ്റം വന്നത് ഈ സുവിശേഷം വന്നതുകൊണ്ട്. സംസ്കൃതം ദേവഭാഷയാണ്. അത് അധസ്ഥിതന് അധകൃതം കേൾക്കരുത്, ഉച്ചരിക്കരുത്, നാക്ക് വിടുതെടുക്കണമെന്ന്. എന്നിട്ട് ഇപ്പം പറയാം നമ്മളെല്ലാം തിരിച്ചു ചെല്ലാൻ. എന്തോ കർവാപസി അങ്ങോട്ട് ഇനി വരാനോ പോടാ അതിൻ്റെ ദൂരോട്ടൊന്നും പോകണ്ട. എൻ്റെ കാര്യം പറയാം. എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ വല്യപ്പൻ്റെ അപ്പൻ ഇതുപോലെ വെള്ളത്തുണി എടുത്തുകൊണ്ടൊരു 120 കൊല്ലം മുമ്പ് നടക്കാനൊക്കുകയില്ലായിരുന്നു, നടത്തിക്കുകയില്ലായിരുന്നു. എന്തിനാ ദൂരോട്ട് പോകുന്നത്? ഇപ്പം താണ്ട് ഇഷ്ടം പോലെ വെള്ളത്തുണി ഇനി ഞാൻ കുറച്ചുകൂടെ മേടിക്കുന്നുള്ളൂ. ഒരാൾ ചോദിച്ചു ഇത്രയോ? ഞാൻ പറഞ്ഞു അതിൻ്റെ എല്ലാം കേട് തീർത്ത് കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞു. നിനക്ക് വല്ല ബോധമുണ്ടോ? ഈ വെള്ളത്തുണിയൊക്കെ വൃത്തിയായിട്ട് ഉടുക്കാൻ പഠിപ്പിച്ച മാർഗമാണ് സുവിശേഷം. ഞാൻ പറയാം ഇനി തിരിച്ചല്ല ഞാനതിന് നരഭോജികളെ നരശ്രേകികളാം ഉത്തമ സോദരരാകുന്നു. നരഭോജികളെ നരശ്രേകികളാം ഉത്തമ സോദരരാകുന്നു. വിമല മനോഹര സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. വിമല മനോഹര സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. ഓയെന്നും പുകഴ്ത്തു സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. എന്നും പുകഴ്ത്തു സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. ബൈബിള് കൊണ്ടുവന്നെങ്കിലൊന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ പറ. ഇതാ സുവിശേഷം. ദൈവത്തിന് മഹത്വം. മാന്യമായിട്ടും വീറും വൃത്തിയായിട്ട് ജീവിക്കാനും പഠിപ്പിച്ച മാർഗമാണ് സുവിശേഷം. ഇത് സമാധാനം തരുന്ന മാർഗമാണ്. അപ്പൊ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കണ്ട? സകല ജാതികളും കേൾക്കണം. എന്തുവാ സുവിശേഷത്തിന്റെ വിശേഷത? ഒന്ന്, ഇത് രക്ഷ തരുന്ന മാർഗമാണ്. 2, ഇത് സമാധാനം തരുന്നതാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ ആ ഭാഗം വേണ്ട. സുവിശേഷത്തിന്റെ 3ാമത്തെ വിശേഷത കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിച്ചേ. കൊലോസ്യ അറിവുള്ള വാക്യമാണ്, വായിച്ചു. കൊലോസ്യർ 1:3. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾ എല്ലാം വായിപ്പിക്കുന്നില്ല. അതിനകത്തൊരു പദമുണ്ട്. സുവിശേഷത്തിന്റെ 3ാമത്തെ വിശേഷത ഇത് പ്രത്യാശ തരുന്ന മാർഗമാണ്. അതാ സുവിശേഷം. നമുക്ക് ഒരു കാലത്ത് എനിക്ക് നിങ്ങൾക്ക് ഒന്നും പ്രത്യാശയില്ല. അതല്ലേ പണ്ട് കാലത്തൊക്കെ. ഇപ്പം മരണ വീട്ടിൽ പോയാൽ അങ്ങനെ വലിയ അലപ്പറയും കരച്ചിലും ഒന്നും വലിയ ദുഃഖമുണ്ട്. എങ്കിലും നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ടൊക്കെ മരണ വീട്ടിൽ അപ്പം മരിച്ചു, അല്ലെ ഭർത്താവ് മരിച്ചു, അല്ലെ വേണ്ടപ്പെട്ട അഗാധമായ ദുഃഖമാണ്. പ്രത്യാശയില്ല. അതുകൊണ്ട് തന്നെ കുളിക്കത്തുമില്ല, പല്ലും തേക്കത്തില്ല, സഹോദരിമാരെ മുടിയെല്ലാം കീറി പറഞ്ഞെല്ലാം കിടക്കുക. നമ്മൾ പറയാം തങ്കമ്മേ പല്ല് തേക്ക എന്നാ തുണിമ. ചില തള്ളമാരൊക്കെ മുറിക്കകത്ത് കിടന്ന് പാടിക്കരയുക. അതിന് ഞങ്ങളുടെ നാട്ടിൽ എണ്ണിക്കെട്ടി പദം പെറുക്കെന്നാ പറയുന്നത്. കേട്ടിട്ടുണ്ടോ? അതൊക്കെ ചെയ്ത തള്ളമാർ ഇതിനകത്ത് ചിലപ്പോൾ കാണും. അമ്മ കൈവക്കി. അതാ എനിക്കറിയാം. അങ്ങനല്ലേ അമ്മേ? എണ്ണിക്കെട്ടും അതാ പദം പെറുക്കുക എന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന പുള്ളി ചെയ്ത കാര്യമെല്ലാം എടുത്തെടുത്ത് അങ്ങനെ പദം പെറുക്കി കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മ കേട്ടിട്ടില്ലേ അമ്മേ?
അയ്യോ പിന്നെ ഒരു സ്ഥലത്ത് ചെന്നപ്പോ ഒരപ്പം മരിച്ചു കിടക്കുക. അപ്പൊ ഒരമ്മ കിടന്ന് കറി, അയ്യോ മിനിഞ്ഞാന്ന് രാത്രിയും വന്ന് ചോറ് മേടിച്ചു തിന്നതാന്നേ. ഇതാ അങ്ങനല്ലേ മേറ്റൂണ്. അമ്മയ്ക്ക് എനിക്ക് മാത്രമേ കാര്യം അറിയാവുള്ളൂ. അതാ അപ്പൊ അന്ന് അതെന്നെ അങ്ങനെ കരയ്ക്കുന്ന ദുഃഖമാ. അതിന്റെ കാര്യം കൂടെ പറഞ്ഞ പ്രത്യാശയില്ല, എന്നേക്കുമായിട്ട് ഈ പുള്ളി പോയിരിക്കുക. അതാ അങ്ങനെ അഗാധമായ ദുഃഖം. ഭർത്താവ് പോകുമ്പോൾ, മക്കൾ പോകുമ്പോൾ, ഭാര്യ പോകുമ്പോൾ അഗാധമായ ദുഃഖം. മോഹാലസ്യമൊക്കെ വരുന്ന കണ്ടിട്ടുണ്ട്. ഉടനെ മൊന്തക്കകത്ത് വെള്ളം കൊണ്ടുവന്ന്, ചിലതൊക്കെ കള്ളത്തരവാ. കണ്ണു വെച്ചവള് നോക്കുമ്പം മണ്ണ് നിന്നുകൊണ്ട് നിൽക്കുന്നു. അത് വേറെ കേസ്. നാളൊരു തള്ള 3-4 കവറെടുത്ത് വണ്ടിക്കകത്ത് വെച്ചേക്കുന്നു. ഞാൻ പ്രൊഡ്യൂസറോട് പറഞ്ഞു, പോയ പോക്കിന്. അപ്പം പണ്ട് കാലത്ത് അഗാധമായ ദുഃഖമാണ്. അല്ലെന്തേക്ക് ഉളിക്കുകയില്ല, സങ്കടം കൊണ്ടാ, എന്നാ ആഹാരം വല്ലതും കൊണ്ട്. അപ്പം പ്രായമുള്ള ആൾക്കാർ എന്ന് പറയാം, എന്നെ ചിന്നമ്മേ നീ ഒരു ബിസ്ക്കറ്റേലും കഴിക്കട്ടെ, ഇന്നലെ രാത്രി മുതൽ നീ എന്നാണ് ചിന്നമ്മ. എൻ്റെ അമ്മാമേ ഈ കിടപ്പ് കണ്ട ഞാനെങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടില്ലേ അമ്മേ? ഉണ്ട് പിന്നെ ഉണ്ടെന്ന്. അതെന്നാ കാരണം? യാതൊരു പ്രത്യാശയില്ല. പക്ഷേ ഈ സുവിശേഷം വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രത്യാശയുണ്ട്. എന്താ നമ്മുടെ പ്രത്യാശ? കാഹളം ധ്വനിക്കും, യേശു കർത്താവ് വീണ്ടും വരും. കാഹളം ധ്വനിക്കും. നമ്മെ വിട്ട് ക്രിസ്തുവിൽ മൺമറഞ്ഞ വിശുദ്ധന്മാർ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവൻ ഉയർത്തു വരും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം ഉണ്ടാകും. 2 കൂട്ടരും കൂടെ ഒന്നിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. സങ്കീർത്തനക്കാരൻ അലങ്കാര ഭാഷയിൽ കൊടുത്തിരിക്കുക അറിയാമല്ലോ. ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് പുറപ്പെട്ടു വരുന്നത് പോലെ കോടി കോടി വിശുദ്ധന്മാർ ഒന്നിച്ച് സമ്മേളിക്കുന്ന സുന്ദര സുദിനം. അതാണ് നമ്മുടെ പ്രത്യാശ. ഈ സുവിശേഷം പ്രത്യാശ തരും. അല്ലാതെ അപ്പം ചത്ത് കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ അവിടെ ഇരുന്ന് പൂച്ച നിൽക്കുക, അയ്യോ അപ്പച്ചനാന്നാ തോന്നുന്നു. വാഴയില കാറ്റത്തണങ്ങുമ്പോ അമ്മയാന്നാ തോന്നുന്നത്. വാഴയില ഇങ്ങനെ കിടക്കുന്ന അമ്മ ഇരുട്ടത്ത് അമ്മയാന്ന് തോന്നുകയും ചെയ്യും. എടി അനങ്ങുന്നുണ്ട്, ആ അമ്മ നേരത്തെ അനങ്ങുന്നുണ്ട്. തള്ളയത് തന്തയല്ല, തള്ളയല്ല, പന്ന പട്ടിയാ. ചത്തുപോയവർ തിരിച്ച് പട്ടിയായിട്ടും പാറ്റായിട്ടും പൂച്ചയായിട്ടും ഒന്നും അല്ല വരുന്നത്. അവര് പുത്തൻ ശരീരത്തോടെ വരും. നമ്മുടെ പ്രത്യാശ അതാ. ഇവിടെ നമ്മളെ പിരിഞ്ഞു മുന്നമികം ഗമിച്ച ബിജൂതരെ. ഇവിടെ നമ്മളെ പിരിഞ്ഞു മുന്നമികം ഗമിച്ച ബിജൂതരെ. വിവിധ വേളയിൽ മരിച്ചു മൺമറഞ്ഞകന്നു പോയ വിശ്വാസരെ. വിവിധ വേളയിൽ മരിച്ചു മൺമറഞ്ഞകന്നു പോയ വിശ്വാസരെ. കരുണ തുല്യമ തുതി വിളങ്ങിടും പല പല പ്രിയ മുഖങ്ങളെ. അരുണ തുല്യമ തുതി വിളങ്ങിടും പല പല പ്രിയ മുഖങ്ങളെ. കാണും കാനൻ മോക്ഷപുരേ താതച്ചാരേ ഓ ശാലേപുരേ. അമ്മേ കാണും ഞാനൻ മോക്ഷപുരേ താതച്ചാരേ ശാലേപുരേ. പകലും ഇവയെ പറ്റി ഞാൻ പാടും ഗീതം ആനന്ദം. പിരിഞ്ഞ ശേഷം ഇത് താനേ എനിക്കാലംബം. ഇകത്തെ വിട്ടു ഞാൻ പിരിഞ്ഞ ശേഷം ഇതു താനേ എനിക്കാലംബം. ഞാൻ മോക്ഷപുരേ താതച്ചാരേ ശാലേപുരേ. കാണും ഞാൻ മോക്ഷപുരേ താതച്ചാരേ ശാലേപുരേ. കാണും ഞാൻ മോക്ഷപുരേ താതച്ചാരേ ശാലേപുരേ.
കൊടുക്ക്. സുവിശേഷം പ്രത്യാശ തരുന്ന മാർഗമാണ്. അതല്ലേ നമ്മുടെ പ്രിയപ്പെട്ടവരെ കടന്നു പോകുമ്പോൾ ദുഃഖമില്ലാഞ്ഞിട്ടാണോ? ഏത് പ്രായത്തിലുള്ളവർ ഏത് സമയത്ത് കടന്നു പോയാലും അവരോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അഗാധമായ ദുഃഖമുണ്ട്. പക്ഷേ അവിടെ ശാന്തമായിട്ടിരിക്കുന്നത് വലിയ പ്രത്യാശയുള്ളത് കൊണ്ടാണ്. ഭർത്താവ് മരിച്ചു കിടക്കുമ്പോഴും ഭാര്യ മൂടുപടം തലയിലിട്ട് വരുന്നവരോടും കൈ കാണിച്ച് പ്രത്യാശയോടിരിക്കുക. അതിനെ ദുഃഖമില്ലാഞ്ഞിട്ടല്ല. ഒരു ദിവസം കാണും. അത് പട്ടിയായിട്ടും പന്നിയായിട്ടും ഒന്നുമല്ല, പുത്തൻ ശരീരത്തോടെ. പക്ഷേ ഒരുവൻ മരിച്ചവൻ എങ്ങനെ വരുമെന്നും ഏത് വിധം ശരീരത്തോടെ വരുമെന്ന് ചോദിക്കുന്നു. മൂഢാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ തനിയായിരിക്കുന്നു. നീ വിതയ്ക്കുന്നത് ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ മണികളെത്ര ദൈവമോ ഓരോന്നിന് അതതിന്റെ ശരീരം കൊടുക്കുന്നു. സകല മാംസം ഒരുപോലെയുള്ള മാംസമല്ല. പക്ഷികളുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ, മൃഗങ്ങളുടെ മാംസം വേറെ. ഭൗമായ ശരീരങ്ങളുമുണ്ട്, സ്വർഗീയ ശരീരങ്ങളുമുണ്ട്. ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ, സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ. നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് വേറെയുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും ഔവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു, അപമാനത്തിൽ വിതയ്ക്കുന്നു, തേജസ് ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കുന്നു. ആത്മിക ശരീരമുണ്ട്. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മിക ശരീരം ഒന്നാം മനുഷ്യനായാൽ അവൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ള ഒടുക്കത്തെയാലാം ജീവിക്കുന്ന ആത്മാവായി. പ്രൈസ് ദി ലോർഡ്. സഹോദരന്മാരെ, നാമെല്ലാം നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാകള നാണത്തെങ്കിൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നിടയിൽ നാമെല്ലാം രൂപാന്തരപ്പെടും. കാകളം ധ്വനിക്കും. മരിച്ചവർ അക്ഷരായിട്ട് ഉയർക്കും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെ ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെ ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള വചനം നിവർത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരെ കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരണം. ഇതാ പ്രത്യാശ. സ്തോത്രം. സുവിശേഷം പ്രത്യാശ തരുന്ന മാർഗമാണ്. കൂടെ ജീവിച്ച് കൊതി തീർന്നില്ല, പക്ഷെ ഭർത്താവ് മരിച്ചു. ആത്മഹത്യ ചെയ്യാതെ അലമുറയിടാതെയും കൂടെ പോതക്കേട് വരാതെയും പ്രത്യാശയോടെ സെമിത്തേരിയിലും വന്ന് മൂടുപടം തലയിലിട്ട് സ്തോത്രം ചെയ്ത് എത്ര സഹോദരിമാരെ സ്തോത്രം ചെയ്ത് അങ്ങോട്ട് വിടുക. അത് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. ഏകവചനമാ മർത്യൻ. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. കാഹളം അങ്ങോട്ട് ധ്വനിക്കുമ്പോൾ മനുഷ്യപുത്രന്മാരെ തിരികെ വരുമെന്നും അരുളിച്ചെയ്യുന്നു. ഓരോരുത്തരെയും മണ്ണിനേൽപ്പിക്കുക. പക്ഷെ കാഹളം അങ്ങോട്ട് ധ്വനിക്കുമ്പോൾ ആമൻ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരെല്ലാം കൂടെ ആമൻ കോടി വിശുദ്ധന്മാർ പുത്തൻ ശരീരത്തോട് ഒന്നിച്ച് ഉയർത്തു വരും. ഇതാ നമ്മുടെ പ്രത്യാശ. ഇതാ പ്രത്യാശ. ഭാഗ്യകരമായ പ്രത്യാശ എന്ന ജീവനുള്ള പ്രത്യാശ. പ്രത്യാശ കൊണ്ട് വിടം വിട്ടക്കരെ നാടെത്തിയ എത്രയോ പരിശുദ്ധന്മാർ കാത്തു നിൽക്കുന്നു. പ്രത്യാശയോടി വിടം വിട്ടക്കരെ നാടെത്തിയ എത്രയോ പരിശുദ്ധന്മാർ കാത്തു നിൽക്കുന്നു. എന്നോ നിമേനെ വന്നിടും ചൊല്ലിടുക ആത്മാവേ ചൊല്ലിടുക ആത്മാവേ എന്നാശ്വാസത്തിനാ. നമ്മുടെ പ്രത്യാശ മൺമറഞ്ഞ വിശുദ്ധന്മാർ ഉയർത്തു വരും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരമുണ്ടാകും. ഈ പ്രത്യാശ വേറെ ആർക്കിരിക്കുന്നു? സ്തോത്രം.
പ്രത്യാശയില്ലാത്ത കാലത്തൊക്കെ പറയുകയല്ലേ, ചാന തരത്തില്ലേ എന്നും പറഞ്ഞ് കമന്ന് വീണ് കിടക്കുക. മേരിക്കുട്ടി പിടിപെടടി. പണ്ട് ഞങ്ങളൊരടക്കത്തിന് പോയപ്പോൾ എന്ത് ചെയ്താൽ തരികയില്ലെന്ന്. അപ്പം നമ്മുടെ ഒരു ഭാഷ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ ഇരുന്നോ, ഞാൻ പോവാന്ന് പറഞ്ഞു. നമ്മുടെ എടേ അച്ചാൻ്റെ പേരനാ ചിങ്ങവനത്തെ വാലയിലെ വാലയിലെ വീട്ടുപേര് വാലയിലെന്നാ. ചർച്ചക്കൂടിനുണ്ടായിരുന്ന പഴയ മത്തായി പാസ്റ്റർ VM മത്തായി. അതാ പുള്ളി കർക്കശക്കാരനാ. അച്ചാനടക്കാൻ ഞാൻ നമ്മൾ ധരികയായിരുന്നു. എന്നാ നീ വെച്ചോണ്ടിരുന്ന ഞാൻ പോവാന്ന് പറഞ്ഞു. അന്നേരം ഞാൻ എൻ്റെ അച്ചാവ് പെട്ടെന്ന് കൊണ്ടുപോയിക്കോളാം. ഇത് പ്രത്യാശിക്കുന്ന മാർഗമാണ്. കൊടുക്കുകയല്ലേ, പക്ഷേ ഒരു ദിവസം നമ്മൾ കാണും. അതാണ് നമ്മുടെ പ്രത്യാശ. അപ്പോൾ എന്താ സുവിശേഷത്തിന്റെ വിശേഷത? ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. 2, സുവിശേഷം സമാധാനം തരുന്ന മാർഗമാണ്. 3, സുവിശേഷം പ്രത്യാശ. ജോമൻ പാസ്റ്റർ സമയം എന്താ? എപ്പം നിർത്തണം? ഇപ്പം നിർത്തട്ടെ? നിർത്തട്ടെ? വാ തുറന്ന് എന്തേലും പറ. വേണ്ടേ? ഇച്ചിരൂടെ പറഞ്ഞേച്ചങ്ങ് നിർത്താം. ദൈവത്തിന് മകത്ത്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യനായ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ആ സുവിശേഷത്തിന് നീ ഇന്ന് രാത്രി ഈ ചെവി കൊടുത്താൽ, ഏറ്റെടുത്താൽ, നിനക്ക് നിന്റെ കുടുംബത്തിനും രക്ഷയാണ്. ഇത് രക്ഷിക്കുന്ന മാർഗമാണ്, സമാധാനം തരുന്ന മാർഗമാണ്, പ്രത്യാശ തരുന്ന മാർഗമാണ്. ദൈവത്തിൻ്റെ മഹത്വം. എനിക്ക് പറയാനുള്ളത്, കണ്ണടയുന്നതിന് മുന്നേ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഒരു ദിവസം ഞാൻ നിങ്ങൾ മരിക്കും, ഇല്ലേ? ആ സംസാരവും നിപ്പും മുണ്ടുമൊക്കെ മടക്കി കുത്തി എൻ്റെ ഒരു ചോദിച്ചാൽ നിപ്പുമൊക്കെ കണ്ടാൽ, അവൻ്റെ നിപ്പ് കണ്ടാൽ അവർക്ക് ഇവനെങ്ങും ജാകുകയല്ലെന്ന്. ഇച്ചിരി കഴിഞ്ഞ് നമ്മൾ കേൾക്കും, ജോയിക്കുട്ടി പോയി. അയ്യോ, എവിടെ പോയി? ഇപ്പം ഞാൻ 40 മലയുടെ അവിടെ നിന്ന് കണ്ടതാണ്. കണ്ടച്ചങ്ങോട്ട് പോയപ്പോൾ പുള്ളി ജോയിക്കുട്ടിക്ക് അത് ഒരിക്കലിനേ ഉള്ളൂ. ജോയിക്കുട്ടി, നീ വലിയ കസർത്ത് കാണിക്കരുത്. ഒരിക്കലിനെ പോലും ഇല്ല. ഇരിപ്പ് കാണുമ്പോൾ മനസ്സിലാകും. ഒരു ദിവസം മരണം എന്നെയും നിന്നെയും വന്ന് പിടികൂടും. മരണത്തിന് തണുത്ത കരം വന്ന് തപ്പും തലോടുന്നതിന് മുമ്പ് നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ദൈവത്തിന് മഹത്വം. ഒരു പാട്ടുണ്ടല്ലോ, എന്തോ സിനിമാ പാട്ടാണോ നാടകഗാനമാണോ, പക്ഷെ അർത്ഥമുള്ളൊരു പാട്ടാ. മരണം വാതിൽക്കലൊരു നാൾ മഞ്ചലുമായി വന്നു നിൽക്കണം. മരണം വാതിൽക്കലൊരു നാൾ മഞ്ചലും